ഹൈക്കോടതി വിധി മറികടന്ന ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ നീക്കം നടക്കുന്നതായാണ് രേഖകൾ. പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. അതേസമയം പ്രതികളെ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടിക്രമമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ 24-നോട് പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടത് 59 പേർ. പട്ടികയിലെ 3-ാം പേരുകാരനായി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് 2-ാം പ്രതി ടി.കെ. രജീഷ്, 47, 48-ാം നമ്പർ പേരുകാരായി അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് തേടിയത് ജൂൺ 13-ന്. കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുതെന്ന് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് ടി.പി. കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം. എന്നാൽ ടി.പി. കേസ് പ്രതികൾക്ക് വഴിവിട്ടൊരു സഹായവും ചെയ്യില്ലെന്നും ചെയ്തിട്ടില്ലെന്നും ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ 24-നോട് പറഞ്ഞു. അവർക്ക് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് 10 വർഷം പൂർത്തിയായി ആൾക്കാരുടെ പേര് കാണുമ്പോൾ ഇവർക്ക് പേരുണ്ടാവും. പക്ഷേ നമുക്ക് കോടതി വിധി നോക്കുമ്പോൾ, ഇവർക്ക് ക്രൈം നോക്കുമ്പോൾ, ഇവർക്ക് വേറെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഫൈനൽ ലിസ്റ്റിൽ ഇവർക്ക് പേര് വരത്തില്ല. സർക്കാർ നീക്കം പുറത്തായതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും സംഭവം തിരിതെളിച്ചു. 24 തിരുവനന്തപുരം.